എന്താണ് യഥാർത്ഥമായ ആരാധന? റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായി സജീവ ബലിയായി സമർപ്പിക്കുവിൻ. അതായിരിക്കണം യഥാർത്ഥമായ ആരാധന. യഥാർത്ഥമായ ആരാധന ഒരുവൻ തൻ്റെ ശരീരത്തെ, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ചിന്തകളെ വിശുദ്ധി സൂക്ഷിക്കുന്നതാണ്. ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണം വിശുദ്ധമായ ആലയമായിരിക്കണം നമ്മുടെ ശരീരം. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ദൈവാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശുദ്ധത. നാം ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദൈവവചനമനുസരിച്ചാണോ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം. ശരീരത്തിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പോരാടി വിശുദ്ധിയുടെ പാതയിലൂടെ നാം തീർച്ചയായും പോകേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് തിരുസഭ ആവശ്യപ്പെടുന്നത് കൂടെ കൂടെ കുമ്പസാരിക്കാൻ. കാരണം അനുതപിച്ച് കർത്താവിൻ്റെ തിരുരക്തത്താൽ തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കഴുകി കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഒരു വ്യക്തിയിൽ പൂർണ്ണമായും പ്രകടമാകുന്നത്.